ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ചലനം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരം ചലനങ്ങൾ ഒരു കളിപ്പാട്ടത്തിലൂടെ എങ്ങനെ കുട്ടികൾക്ക് സ്വായത്തമാക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ഒരു ചാർട്ട് പേപ്പർ കൊണ്ട് 2 ദളങ്ങൾ ഉണ്ടാക്കി ഫാനിൻ്റെ ദളങ്ങൾ പോലെ ആക്കിയ ഒരു സംവിധാനം, രണ്ടാമതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ, പിന്നെ ഒരു നൂല്, 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഈർക്കിൽ കഷ്ണം, അതുപോലെ തന്നെ ഈ ഫാൻ വെച്ചിരിക്കുന്നത് ഒരു 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഈർക്കിൽ കഷ്ണത്തിലാണ് ഈ ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കുപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ഓരോ ദ്വാരങ്ങളും ചെറിയ ഓട്ടകൾ, മിഡിൽ ഭാഗത്ത് ഒരു ഓട്ടയുണ്ട്. അപ്പം മിഡിൽ ഭാഗത്തെ ഓട്ടയിലൂടെ നമ്മൾ ഈ നൂല് കടത്തി നോക്കാം. ഇതിൻ്റെ മറു സൈഡ് ഒരു ചെറിയ ഈർക്കലിൽ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഈർക്കലിൽ കെട്ടുക. ഇതിൻ്റെ മറ്റേ അഗ്രം നമ്മുടെ ഫാൻ ഉറപ്പിച്ചിരിക്കുന്ന ഈർക്കലിൽ കെട്ടുക. അതിനുശേഷം ഇതിനെ ഈ കുപ്പിയുടെ അടപ്പിലുള്ള ഓട്ടയിലൂടെ ഈ ഇറുക്കിൽ കടത്തി താഴത്തെ ഓട്ടയിലൂടെ പുറത്തേക്ക് കടത്തുക. കുപ്പിയുടെ അടപ്പ് നല്ല ഭംഗിയായ രീതിയിൽ അടയ്ക്കുക. അപ്പം ടോയ് ഫാൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കതിൻ്റെ പ്രവർത്തനം നോക്കാം എങ്ങനെയാണ്. ഫാൻ പ്രവർത്തിക്കുന്നു. ഫാനിൻ്റെ ദളങ്ങൾ കറങ്ങുന്നു. ഈ ഫാനിൻ്റെ ദളങ്ങൾ കറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചലനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെളുത്ത ഒരു ചെറിയ ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ വെളുത്ത പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചലനം കാണുമ്പോൾ ഏത് ടൈപ്പിലുള്ള ചലനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വെളുത്ത പേപ്പർ വൃത്താകൃതിയിൽ കറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു വർത്തുള പാതയിലാണ് സഞ്ചരിക്കുന്നത്, അതായത് വൃത്താകാരത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിനെ വർത്തുള ചലനം എന്നാണ് പറയുന്നത്. വർത്തുള ചലനം. രണ്ടാമതായിട്ട് ഇതൊരു ആക്സിസിലാണ് ഈ ഫാൻ കറങ്ങുന്നത്. ഇതൊരു ആക്സിസിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ ആക്സിസിൽ ഒരക്ഷത്തെ ബേസ് ചെയ്തുകൊണ്ട് കറങ്ങുന്നത് കൊണ്ട് ഇതിനെ ഭ്രമണചലനം എന്ന് പറയാം. ഭ്രമണചലനം എന്നും പറയാം. മൂന്നാമതായി നമ്മൾ ഈ നൂലിനെ നമ്മൾ വലിക്കുന്നത് നേർരേഖയിൽ വലിക്കുന്നത്.
നേർരേഖയിലാണ് വരിക്കുന്നത്. അത് നേർരേഖ ചലനം. 3 ടൈപ്പിലുള്ള, അതായത് 3 വ്യത്യസ്തങ്ങളായ ചലനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു.